ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബ്രോ ഡാഡി. ഓണസദ്യക്ക് മുൻപ് ചെറുതൊന്നടിച്ചിട്ടില്ലെങ്കിൽ എന്താ ആഘോഷം. മാവേലിക്കും കൊടുക്കാം ഒരു അടിപൊളി ഐറ്റം ബക്കാടി രസം. അപ്പൊ എങ്ങനാ എല്ലാവരും അപ്പൊ എങ്ങനാ നമുക്ക് മാവേലിക്ക് വേണ്ടി ഒരു ബക്കാടി രസം ഉണ്ടാക്കിയാലോ? എൻ്റെ ഷേക്കർ ഗ്ലാസ്സിൽ ഞാൻ ഓൾറെഡി കുറച്ച് ഐസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആദ്യം ഒരു 2 ounce നമ്മളുടെ രസം ഒഴിക്കാം. കഴിയുന്നതും രസത്തിൻ്റെ ചാറ് മാത്രം എടുക്കാൻ നോക്കുക, തക്കാളിയൊന്നും ഇല്ലാതെ. അപ്പോൾ ഒരു 2 ounce രസം, അതിൻ്റെ കൂടെ നമ്മളുടെ ബക്കാടി ലിമോൺ 2 ounce, ഇത് രണ്ടും ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു വയ്ക്കാം. ഒരു 1/2 piece ലെമൺ കൂടി അതിലോട്ട് ഒഴിക്കാം. ഇതെല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഷേക്കർ വെച്ചതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒന്നെല്ലാം മിക്സ് ആയി കഴിഞ്ഞാൽ എന്താണ് ആ മണം! ആ ബക്കാടിയുടെയും രസത്തിൻ്റെയും മണം മൂക്കിലോട്ട് കയറും. അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ സെർവിങ് ഗ്ലാസ്സിലോട്ട്, ഞാനിവിടെ ഓൾറെഡി കുറച്ച് ഐസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒന്ന് ഡബിൾ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിരിക്കും. കാരണം അതിൽ വല്ല കടുകിൻ്റെ ഇതും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അരിച്ചെടുക്കാം. വൺസ് ഇത്ര നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് കുറച്ച് ക്ലബ് സോഡയും കൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയൊരു ലെമൺ പീസ് വെക്കാം. അതുപോലെ കുറച്ച് കറി ലീവ്സ്, കറിവേപ്പിൻ്റെ. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി ബക്കാടി രസം ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായും ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്യുക. ചിയേഴ്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. A few moments later. പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, സൂപ്പർ ഡ്രിങ്കാണ്. കലക്കി. എന്താ കഴിക്കുന്നതെന്നോ? ഒരു ഗ്ലാസ് രസം കഴിക്കേടി.